അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി മുസ്തഫയുടെ കള്ളചരിത്രം 1. മുആവിയ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൻ്റെ ഘട്ടത്തിൽ പിതാവ് അബൂ സുഫിയാനു വേണ്ടി ആളുകളെ സൈന്യത്തിലേക്ക് കൂട്ടിക്കൊടുക്കുന്ന പണിയായിരുന്നു. ഇത്രമേൽ കല്ല് വച്ചൊരു നുണ പറയലുണ്ട് മനുഷ്യന്മാർ. പക്ഷെ ഇങ്ങനെ കല്ല് വച്ചൊരു വെള്ളം ചേരാത്ത നുണ പറഞ്ഞാന്ന് പറഞ്ഞാൽ അതൊരു മൗലവി എന്ന് വാല് കൊടുത്തിട്ടാണ് ഇയാൾ പറയണത് എന്നതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ കഴിഞ്ഞ ചില എപ്പിസോഡുകളിൽ പറഞ്ഞിരുന്നു, അബൂ സുഫിയാൻ യഥാർത്ഥത്തിൽ ബദർ യുദ്ധവുമായിട്ട് അദ്ദേഹത്തിനൊരു ബന്ധവുമില്ല. അദ്ദേഹം ഷാമിലേക്ക് കച്ചവടത്തിന് പോയി. കച്ചവടം കഴിഞ്ഞ് ചരക്കുമൊക്കെ ആയിട്ട് തിരിച്ചു വരുമ്പോൾ, മക്കയിലെ ആളുകൾക്കുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് തിരിച്ചു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ കച്ചവട സംഘത്തെ പിടികൂടാൻ വേണ്ടി സഹാബിമാരോടൊപ്പം പോയി. ഈ വിവരം അദ്ദേഹം മക്കയിലെ ജനങ്ങളെ അറിയിച്ചു. അത് സ്വാഭാവികമാണ്. ആരും തന്നെ തങ്ങളുടെ സ്വത്ത് മറ്റുള്ളവർക്ക്, ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കാൻ ആരും ശ്രമിക്കില്ല. ഇവിടെ അബൂ സുഫിയാൻ കച്ചവടത്തിന് പോയി. അബൂ സുഫിയാൻ്റെ കച്ചവട സംഘത്തെ പിടിച്ചെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുമ്പോൾ അബൂ സുഫിയാൻ നബിയെ കാണുന്നത് ശത്രുവായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഈ വിവരം മക്കക്കാരെ അറിയിച്ചു. കാരണം അദ്ദേഹത്തിന് മക്കക്കാരുടെ സമ്പത്ത് എന്നുള്ളവർക്ക് അതിന് വന്നുവിടാവുന്ന ആപത്തിൽ നിന്ന് അതിനെ രക്ഷിക്കേണ്ട ബാധ്യത അദ്ദേഹത്തിൻ്റേതാണ്. അത് വെച്ചിട്ടാണ് അദ്ദേഹം മക്കക്കാരെ വിവരം അറിയിക്കുന്നത്. അതിനദ്ദേഹം ബനൂ ഗിഫാർ കുടുംബത്തിൽ നിന്നൊരാളെ കൂലിക്ക് വിളിച്ചിട്ടാണ് മക്കയിലേക്ക് പറഞ്ഞേക്കുന്നത്. ഈ വിവരം മക്കയിലെത്തുന്നതിൻ്റെ മുമ്പായിട്ട് മക്കയിലെത്തിയപ്പോൾ യുദ്ധത്തിന് വേണ്ടി കോപ്പ് കൂട്ടിയിട്ടുള്ളത് ആരാണ്? അബൂജഹലും ആളുകളുമാണ്. അബൂ സുഫിയാനാകട്ടെ കച്ചവട സംഘവുമായിട്ട് തന്ത്രപൂർവ്വം കടൽക്കരയിലൂടെ രക്ഷപ്പെട്ട് മക്കയിലെത്തി. അദ്ദേഹം മക്കയിലെത്തുമ്പോഴേക്ക് അബൂജഹലും ആളുകളും മക്ക വിട്ടിട്ടുണ്ട്, മദീനയെ ലക്ഷ്യം വച്ച് നീങ്ങിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അബൂ സുഫിയാൻ ഈ യുദ്ധത്തിൽ ഒരു പങ്കും വഹിച്ചിട്ടില്ല. അദ്ദേഹത്തിന് നേർക്ക് നേരെ ഇതിന് പങ്കില്ല. അദ്ദേഹം അതിന് പോയിട്ടില്ല. അദ്ദേഹം അതിനു വേണ്ടി സൈന്യത്തെ ആളുകളെ യോദ്ധാക്കളെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. എന്നിരിക്കെ അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തിന് വേണ്ടി ആളുകളെ യുദ്ധത്തിലേക്ക് ഒരുക്കാൻ വേണ്ടി എങ്ങനെയാണ് പാടുപെടുക? അബൂജഹലിൻ്റെ പിന്നിൽ മുആവിയ അണിനിരന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി ആളുകളെ യുദ്ധത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കാവുന്ന സംഗതിയാണ്. അബൂ സുഫിയാനു വേണ്ടി, തൻ്റെ പിതാവിന് വേണ്ടി ബദർ യുദ്ധത്തിലേക്ക് പോകാൻ എന്ന് പറയുന്നത് ശുദ്ധ നുണയാണ്, തനി വിഡിത്താണ് ഇവിടെ മുസ്തഫ വിളിച്ചു പോകുന്നത്. പിന്നുള്ള ആരോപണങ്ങൾ എന്താണ്? മുആവിയ റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹം എല്ലാ തിന്മകളിലും ഏർപ്പെട്ട ആളാണ്. അദ്ദേഹം അക്രമിയായിരുന്നു, അങ്ങനായിരുന്നു ഒക്കെ പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടുണ്ടാകാവുന്നതാണ്. കാരണം മക്കയിലെ ജനത മൊത്തത്തിൽ തന്നെ അവിടുത്തെ യുവാക്കളും കാര്യബോധമുള്ള നേതാക്കന്മാരും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇസ്ലാമിൻ്റെ അതിൽ തിരിയുമ്പോൾ അതിൽ നിന്ന് മുആവിയ മാത്രം വിട്ടു നിൽക്കണമെന്നൊന്നുമില്ല. അദ്ദേഹം അതിൽ ഏർപ്പെട്ടിട്ടുണ്ടാവും, അദ്ദേഹം ഇസ്ലാമിൻ്റെ അതിൽ പ്രവർത്തിച്ചിട്ടൊക്കെ ഉണ്ടാവും, ഒക്കെ ശരിയാണ്. പക്ഷേ ഇത് അദ്ദേഹം ഇസ്ലാമിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മേൽ കെട്ടിവെക്കണതിൻ്റെ ന്യായം എന്താണ്? ഇതിൽ മുആവിയ മാത്രമല്ലല്ലോ അതിൽ പങ്കാളി. പിന്നീട് ഇസ്ലാമിലേക്ക് വന്ന പലരും ഇതുപോലെ ഇസ്ലാമിൻ്റെ അതിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ മുസ്തഫ മഹത്വപ്പെടുത്തി പറയുമ്പോൾ ഇതേ കുറ്റം മുആവിയ ചെയ്ത ഈ കുറ്റം ഉമറും ചെയ്തിട്ടില്ലേ? മുആവിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വേണ്ടി വാളൂരി പിടിച്ചു പോയിട്ടില്ല. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വകവരുത്താൻ വാളും ഊരിൻ്റെ അടുത്തിട്ടാണ് പോയിട്ടുള്ളത്.
ആ വഴിയിൽ വെച്ചാണ് അദ്ദേഹത്തിന് ഗതിമാറ്റം ഉണ്ടാകുന്നതും ഇസ്ലാമിലേക്ക് വരുന്നതും. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഇസ്ലാം വളരെ സുദൃഢമാവുകയും ഇസ്ലാമിന് അദ്ദേഹം മുതൽക്കൂട്ടാവുകയും ചെയ്തു എന്നുള്ളതാണ്. എന്നതുപോലെ മുആവിയയുടെ ഭാഗത്ത് നിന്ന് ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. എന്ന് വെച്ചിട്ട് അദ്ദേഹം ഇസ്ലാമിൽ വന്നതിന് ശേഷം ഈ കുറ്റങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല, ഒരു ന്യായവുമില്ല എന്നുള്ള. പിന്നെ അദ്ദേഹം നിർബന്ധിതനായിട്ടാണ് ഇസ്ലാം സ്വീകരിച്ചത്. ഇതാര് പറഞ്ഞു? എന്താണ് അതിന് തെളിവുള്ളത്? മുആവിയ നിർബന്ധിതനായിട്ടാണ് ഇസ്ലാം സ്വീകരിച്ചതിന്. മുആവിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലാൻ വേണ്ടി വിധിച്ചിട്ടുണ്ടോ? മുആവിയെ പോലെ ആളുകളെ കൊന്നു കളയുമെന്ന് അദ്ദേഹത്തോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് സൈന്യസമേതം വരുമ്പോൾ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിലാണ് അൻസാറുകളുടെ കൊടി ഉണ്ടായിരുന്നത്. അബൂ സുഫിയാനെ കണ്ടപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയുന്നുണ്ട്, അതാ യൗമുൽ മൽഹമ, ഇത് യുദ്ധത്തിൻ്റെ ദിവസമാണ്. ഈ സംഗതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞപ്പോൾ, അത് അബൂ സുഫിയാൻ പറഞ്ഞിട്ടാണോ അറിഞ്ഞത് അതല്ല വേറെ ആൾക്കാണോ എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ കഴിയും. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദിനോട് ആ കൊടി വാങ്ങിയിട്ട് അത് അദ്ദേഹത്തിൻ്റെ മകന് കൊടുത്തു എന്നാണ് ഒരു റിപ്പോർട്ട്. മറ്റൊരു റിപ്പോർട്ട് സുബൈർ റളിയല്ലാഹു അൻഹുവിന് കൊടുത്തു എന്നുണ്ട്. അദ്ദേഹത്തെ എന്തായെങ്കിലും ആവട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്നിട്ട് ആളുകളൊക്കെ കൊല്ലാൻ വേണ്ടി ഉദ്യമിച്ചാണോ? ശത്രുക്കളെ മുഴുവൻ കൊന്നൊടുക്കാൻ വേണ്ടിയാണോ വന്നിട്ടുള്ളത്? ഇത് നബിയുടെ മഹത്വവും നബിയുടെ സമാധാന വാഞ്ചിയൊക്കെ വാനോളം പാടിപ്പുകയറ്റുന്ന മുസ്തഫ തന്നെയാണ്. തനിക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ സംബന്ധിച്ച് നബി അദ്ദേഹത്തെ എതിരിൽ തിരിഞ്ഞു എന്നുള്ള നിനക്കൊക്കെ, അല്ലെങ്കിൽ നബി നിർബന്ധത്തിന് വഴങ്ങിയായിട്ട് ഇയാൾ ഇസ്ലാം സ്വീകരിച്ചു എന്നൊക്കെ പറയണത്. നിർബന്ധത്തിന് വഴങ്ങണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ഇതിൽ ഭീഷണി പുറപ്പെടുവിക്കണം, ഇതിനെ കൊന്നുകളയും, അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിച്ചോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു സംഭവം എന്നാണോ ധരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എന്ന് മാത്രമല്ല, മുആവിയ തന്നെ പറയുന്നത്, ഞാൻ ഉംറത്തുൽ ഖളാഇൻ്റെ, അതായത് തലേ കൊല്ലം 7ാമത്തെ കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ ഉംറയുടെ ഘട്ടത്തിൽ ഞാൻ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, പക്ഷേ പിതാവിനെ പേടിച്ചുകൊണ്ട് ഞാനത് ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു ചെയ്തിരുന്നതെന്ന് മുആവിയ പറയുന്നു. അപ്പോൾ സ്വന്തം അനുഭവം പറയുന്നത് സ്വീകാര്യമല്ലെന്നും അദ്ദേഹത്തെ പറ്റി താൻ പറയുന്നതാണ് സ്വീകരിക്കേണ്ടത് എന്നും ഒരുത്തം വാശി പിടിക്കുന്നുണ്ടെങ്കിൽ ഓൻ്റെ ഉദ്ദേശശുദ്ധി തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അപ്പോൾ ഇവിടെ മുസ്തഫയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്ന ഒരു സംഗതി അയാളെ തൊട്ട് തീണ്ടിയിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് വസ്തുത. എന്നിട്ട് പിന്നെ പറയണത് എന്താണ്? പിന്നെ പറയുന്നത്, ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെയും ആ വാപ്പിയും ഉമ്മയും മകനും ചെയ്തു. ഇതും അതുപോലെ തന്നെ പറയുന്ന ഒരു വിഡ്ഢിത്താണ്. കാരണം അവിടെ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതിൽ ഉപജാപങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയൊരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നുവോ എന്നുള്ളത് ചിന്തിക്കേണ്ടതാണെന്ന് മാത്രമല്ല, ഹിന്ദിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന ഒരു പ്രയോഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അവർ നബിയോട് മക്കാ ഫത്തഹിൻ്റെ ഘട്ടത്തിലാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവരുമായിട്ട് ബയ്യത്ത് ചെയ്യണത്. ഈ ഘട്ടത്തിൽ അവർ പറയുന്നത്, അള്ളാഹുവിൻ്റെ റസൂലിനെ സംബോധന ചെയ്തുകൊണ്ട്, താങ്കളുടെ വീടിനേക്കാൾ, താങ്കളുടെ ആളുകളെക്കാൾ ഭൂമിയിൽ എനിക്ക് ഏറ്റവും വിരോധമുള്ള ഒരാളുണ്ടായിരുന്നില്ല, അവർ ഏറ്റവും നിന്ദ്യരായിട്ട് അധപതിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ ഇന്ന് പറഞ്ഞാൽ ഈ മക്കാ ഫത്തഹിൻ്റെ ഈ ഘട്ടത്തിൽ ബയ്യത്ത് ചെയ്യുന്ന ഈ ദിവസം മുതൽ എൻ്റെ മാനസികാവസ്ഥ മാറിയിട്ടുണ്ട്. ഇന്ന് ഭൂമിയിൽ അങ്ങേപ്പോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളുമില്ല എന്ന് ഹിന്ദ് പ്രസ്താവിക്കുകയാണ്. അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരാൾക്കെതിരിൽ ഉപജാപത്തിൽ ഏർപ്പെട്ടു എന്ന് പറയണമെങ്കിൽ അതിന് തെളിവ് വേണ്ടേ? അതിന് വേണമെങ്കിൽ പറയാം അത് ഹിന്ദ് നിർബന്ധിതമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച ആളുകളൊക്കെ നിർബന്ധിതരായിട്ട് ഇസ്ലാം സ്വീകരിച്ചതാണ് എന്ന് വിധി പ്രസ്താവിക്കേണ്ട ഒരു മുസ്തഫ. ഇതിന് അദ്ദേഹത്തിന് തെളിവെന്താ? മാത്രമല്ല, അവിടെ ആ സമൂഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്നെ എങ്ങനെയാണ് കാണുന്നത്? യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അന്ന് ചോദിക്കേണ്ടതുണ്ടോ? നബി അവിടെ ബിജുഗീഷുമായിട്ട്
മക്കക്കാരെ മുഴുവൻ കീഴടക്കിക്കൊണ്ട് അവിടേക്ക് പകർന്നു വരുന്നൊരു മനുഷ്യൻ, ഒരു നായകൻ. അദ്ദേഹത്തിന് ഒരു ഓർഡർ കൊടുക്കാൻ വേണ്ടി സകലത്തിനും കൊന്നുകളയാൻ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാലിദ് റളിയല്ലാഹു അൻഹു ഒരു കൂട്ടനെ കൊന്നിട്ട് അവരിൽ ചില ആളുകളെ കൊന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രഖ്യാപിച്ചത് അല്ലാഹുമ്മ ഇന്നി ബരീഉം മിമ്മ ഫഅല ഖാലിദ് ചെയ്തതുമായിട്ട് അല്ലാഹുവേ എനിക്ക് യാതൊരു ബന്ധവുമില്ല, ഞാൻ ഖാലിദിനോട് അങ്ങനെ നിർദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അല്ലാഹുവിലേക്ക് തൻ്റെ നിരപരാധിത്വം തെളിയിച്ച ആളാണ്, പ്രഖ്യാപിച്ച ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കക്കാരെ ഭീഷണിപ്പെടുത്തി ഇസ്ലാമിലേക്ക് വരുത്തിയെന്നാണോ മുസ്തഫ പറയുന്നത്? അപ്പോൾ നിങ്ങൾ എന്നെ എങ്ങനെ കാണുന്നു എന്ന് ചോദിച്ചപ്പോൾ മക്കക്കാരെന്താ പറഞ്ഞത്? ഇബ്ൻ അഖുൻ കരീം വബിനു അഖീൻ കരീം, മാന്യനായ സഹോദരൻ, മാന്യനായിട്ടുള്ള സഹോദരൻ്റെ മകൻ. ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്, നിങ്ങൾ പോയിക്കോ, നിങ്ങളൊക്കെ സ്വതന്ത്രരാണ്, അൻതുമു തുലഖാ, നിങ്ങളൊക്കെ സ്വതന്ത്രരാണ്. ഇവിടെ തുലഖാ പറഞ്ഞാൽ മുഞ്ചിദാരം പറഞ്ഞ അർത്ഥമായിരിക്കും ചിലപ്പോൾ മുസ്തഫക്ക് പഥ്യമായി തോന്നിയിട്ടുള്ളത്. മുഞ്ചിദാരം പറഞ്ഞിട്ടുള്ള എന്താണ്? നിങ്ങളെയൊക്കെ നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അബൂ സുഫിയാൻ, മുആവിയ, അതുപോലെ ഹിന്ദൊക്കെ നിർബന്ധിതരായിട്ട് ഇസ്ലാമിലേക്ക് വന്നു എന്ന് പറയേണ്ടി വരും. ഇങ്ങനെ നിർബന്ധിതരായിട്ട് ഇസ്ലാമിലേക്ക് വന്നിട്ട് എന്ത് കാര്യമുള്ളത്? അപ്പോൾ ഈ പറയുന്ന തനി വിഡ്ഢിത്തങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കാം. ഇനി മറ്റൊരു വിഡ്ഢിത്തം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചതിന് ശേഷം ഫാത്തിമ റളിയല്ലാഹു അൻഹ 3 മാസത്തിന് ഉള്ളിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട് തീവച്ച് ഫാത്തിമയെ കൊന്നു മുആവിയ എന്നാണ്. വല്ലാത്ത ഒരു ചരിത്രമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച 6 മാസത്തിന് ഉള്ളിൽ 6 മാസമായിട്ടുണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ മരിക്കുമ്പോൾ. രണ്ടാമത്തേത് ഫാത്തിമ റളിയല്ലാഹു അൻഹ അന്ന് രോഗിണിയായിട്ട് കിടക്കുകയാണ്. ഈ ഘട്ടത്തിലാണ്, അങ്ങനെയാണ് അവർ മരിക്കുന്നത്. മൂന്നാമത്തേത് ഫാത്തിമയുടെ വീട് ചുടുമ്പോൾ അലി റളിയല്ലാഹു അൻഹു എവിടെയായിരുന്നു? അദ്ദേഹം മദീനത്തൊന്നും ഉണ്ടായിരുന്നില്ലേ? എന്ന് മാത്രമല്ല, ഫാത്തിമ റളിയല്ലാഹു അൻഹ ജീവിച്ച ആ വീട്ടിൻ്റെ ചുറ്റുവട്ടത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. തീ കെടുത്താൻ പാകത്തിനും മുആവിയയെ പിടിച്ച് രണ്ടാം പൂശാൻ പാകത്തിനൊന്നും ആരും ഉണ്ടായിരുന്നില്ല അവിടെ. അപ്പം നുണ പറഞ്ഞുകൊണ്ടേയിരിക്കുക, എന്നിട്ട് നുണ പറഞ്ഞ് ഇസ്ലാമിനെ എങ്ങനെയും താറടിച്ച് കാണിക്കുക. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ മഹത്വപ്പെടുത്തി പറയണം. ഉമർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. എന്താ ഭീഷണിപ്പെടുത്തിയത്? എൻ്റെ വീട് ഞാൻ ചുട്ടുകളയെന്ന് പറഞ്ഞാലേ ഉമർ റളിയല്ലാഹു അൻഹു. അത് വേറെ നുണ. കാരണം വീട് ചുടുക എന്നുള്ളത് ഉമറിൻ്റെ നാക്കിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ സാധ്യതയില്ലാത്തൊരു പ്രയോഗമാണ്. അലി റളിയല്ലാഹു അൻഹുവിനെ ബയ്യത്ത് ചെയ്യാൻ വേണ്ടി അദ്ദേഹം പ്രേരിപ്പിച്ചിട്ടുണ്ടാവാം. അത് സമൂഹത്തിൻ്റെ ഐക്യവുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് അതിന് അദ്ദേഹം മുതിർന്നിട്ടുണ്ടാവുന്നതൊക്കെ ശരിയാണ്. പക്ഷേ ഞാൻ നിൻ്റെ വീട് ചുട്ടുകളയുന്നതൊക്കെ ഫാത്തിമയോട്, അല്ലെങ്കിൽ ഫാത്തിമ അല്ലല്ലോ അവിടെ ബയ്യത്ത് ചെയ്യാൻ വരുന്നത്, അലിയല്ലേ? അലി റളിയല്ലാഹു അൻഹു പുരുഷനാണ്. അദ്ദേഹത്തെ പള്ളിയിൽ വരുമ്പോൾ പിടിച്ച് വേണമെങ്കിൽ 2 തൊഴി കൊടുത്തിട്ട് ബയ്യത്ത് ചെയ്യുമെന്ന് പറയാം. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുണ്ടോ? അപ്പോൾ തനിക്ക് എന്താണോ സ്ഥാപിക്കാനുള്ളത് അത് സ്ഥാപിക്കാൻ വേണ്ടി എന്ത് നുണയും പറയാം. എന്നിട്ടൊരു ചോദ്യം, മുആവിയയുടെ മതക്കാരെന്താ ഫാത്തിമയുടെ മരണം പഠിപ്പിക്കാത്തത്? ബാക്കിയൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. പഠിപ്പിക്കാത്തത് തനി കെട്ടുകഥയാണ്. അത് മുസ്തഫയെ പോലുള്ള തനി വിഡ്ഢികളായിട്ടുള്ള ആളുകൾ കെട്ടുണ്ടാക്കിയ കഥ. അതുകൊണ്ട് ഇത്തരം വിഡ്ഢികൾ പറയുന്നത് പഠിപ്പിക്കാനല്ല ഇസ്ലാമിക സമൂഹം നിലകൊള്ളുന്നത്. ചരിത്ര വസ്തുതകളായും കുട്ടികളെ പഠിപ്പിക്കേണ്ട യാഥാർത്ഥ്യങ്ങളായും പഠിപ്പിക്കുക എന്നുള്ളതാണ് മുസ്ലിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഭിന്നമായിട്ട് മുസ്തഫ പറയുന്നതൊക്കെ മുസ്ലിങ്ങളെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അതിന് വേറെ ആളെ നോക്കണം എന്ന് മാത്രമേ മുസ്തഫയോടും ആളുകളോടും പറയാനുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള വിഡ്ഢിത്തങ്ങളും അസത്യങ്ങളും വെള്ളം നനയാത്ത ഇത്തരത്തിലുള്ള കളവുകൾ പറഞ്ഞിട്ടാണ് മുസ്തഫക്ക് തൻ്റെ ഈ ആശയം പ്രചരിപ്പിക്കേണ്ടത് എന്നതാണ് മുസ്തഫ ഇന്ന് അകപ്പെട്ടിട്ടുള്ള ഗതികേട് എന്ന് പറയുന്നത്.